ചാപ്റ്ററിലെ കൊമേഴ്സ് സോഴ്സസ് ഓഫ് ഫിനാൻസിൽ നമുക്കറിയാം 10 സോഴ്സസ് ആണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത്. അതിൽ 8 സോഴ്സുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെയറുകളും അതുപോലെ ഡിബഞ്ചറുകളെയും കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഉള്ള ബാലൻസ് ആയിട്ടുള്ള 2 സോഴ്സിൽ കൂടെ നമുക്ക് പഠിക്കാം. അതിലൊന്ന് കൊമേഴ്സ്യൽ ബാങ്ക്സ്. ആദ്യമായിട്ടുള്ളത് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്നുള്ള ഒരു സോഴ്സാണ്. അപ്പോൾ ഈ കൊമേഴ്സ്യൽ ബാങ്കുകളെ കുറിച്ച് നമ്മൾ പറയുക വാണിജ്യ ബാങ്കുകൾ അല്ലേ. വാണിജ്യ ബാങ്കുകൾ SBT, SBI പോലെ, SBT ഇപ്പോൾ ഇല്ല, SBI അങ്ങനെയുള്ള വാണിജ്യ ബാങ്കുകൾ. അപ്പോൾ ബാങ്കുകൾ പലതരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാങ്ക് എത്ര രൂപ കൊടുത്താലും അത് സാധാരണഗതിയിൽ ഷോർട്ട് ടേം അല്ലെ, ഹ്രസ്വകാലം, മധ്യകാലം, ഷോർട്ട് ടേം അതുപോലെ മീഡിയം ടേം ലോൺസാണ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് എമൗണ്ട് അല്ലെ, എന്ത് ഫണ്ട് ബാങ്ക് പ്രൊവൈഡ് ചെയ്താലും അതിന് സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ ജാമ്യമായിട്ട് എന്തെങ്കിലും സാധനം അല്ലേ, എന്തെങ്കിലും ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ പൈസ ബാങ്ക് കൊടുക്കാറുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പം സ്വർണ്ണ വായ്പ എടുക്കും അല്ലെ, ഗോൾഡ് ലോൺ എടുക്കും. അപ്പോൾ സ്വർണം ഈടായിട്ട് വാങ്ങിയിട്ടാണ് ബാങ്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലോൺ തരുന്നത്. അതുപോലെ തന്നെ ഭവന വായ്പ, എന്ത് തരത്തിലുള്ള ലോണിന് നമ്മൾ ബാങ്കിനെ സമീപിച്ചിരുന്നാലും അവരെന്ത് ചെയ്യുന്നു, വളരെ വിശദമായിട്ട് നമ്മളെക്കുറിച്ച് അന്വേഷിച്ച് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മാത്രമേ, അതുപോലെ തന്നെ മതിയായ സെക്യൂരിറ്റീസ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ ബാങ്കുകൾ പണം തരാറുള്ളൂ. അതുപോലെ തന്നെ ഒരു നിശ്ചിത കാലയളവിലേക്ക് അവർ തരാറുള്ളൂ ബാങ്കുകൾ. അപ്പോൾ ഒത്തിരി പരിമിതികളുണ്ട്. എങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിന് പണത്തിൻ്റെ ആവശ്യം അല്ലേ, ആവശ്യമുള്ള സമയത്ത് പണം വേണം, അത് നടക്കും. അപ്പോൾ 10 സോഴ്സുകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ്, വാണിജ്യ ബാങ്കുകൾ. ഇപ്പോൾ ഈ ബോൾഡൺ ചെയ്തിട്ടുള്ള ആ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ബാങ്ക്സ് പ്രൊവൈഡ് ലോൺസ് ടു ഓൾ ടൈപ്സ് ഓഫ് ഫേംസ്. എല്ലാ തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കും പല രീതിയിൽ ബാങ്ക് വായ്പകൾ നൽകാറുണ്ട് അല്ലേ. ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ടേം ലോൺസ്, പർച്ചേസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അങ്ങനെ പലതരത്തിലും അവർ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ബാങ്ക് ചാർജസ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ആൻഡ് പീരീഡ് ഓഫ് ക്രെഡിറ്റ്. അവർ നൽകുന്ന വായ്പയുടെ സ്വഭാവം, അതിൻ്റെ കാലയളവ്, എത്ര പീരീഡിലേക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ബിസിനസ് ആവശ്യമാണോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമാണോ, അപ്പോൾ എന്താണ് നാച്ചുറൽ നോക്കിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പലിശ നിരക്കായിരിക്കും ബാങ്ക് ഈടാക്കുന്നത്. ബാങ്ക് ക്രെഡിറ്റ് ഈസ് നോട്ട് എ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട്. ബാങ്ക് വായ്പ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഫണ്ട് അല്ല. നോർമലി ബാങ്ക്സ് പ്രൊവൈഡ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം. ഇത് പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട് അല്ല എന്ന് പറയാൻ കാര്യം, ഈ ബാങ്ക് നമുക്ക് വായ്പ തന്നു കഴിഞ്ഞാൽ അതിനൊരു പീരീഡ് കാണും അല്ലേ. ആ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ജീവിതകാലം മൊത്തം നമുക്കറിയാം, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ കമ്പനി അടച്ചു പൂട്ടുമ്പോൾ മാത്രം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്താൽ മതിയാവും അല്ലേ. പക്ഷെ അങ്ങനെയൊന്നും ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്ത് അങ്ങനെയാണോ? ഇല്ല, അതിനൊരു കാലാവധിയുണ്ട്. ആ സമയം തിരിച്ച് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബാങ്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ പണം കടം എടുക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ അത് തിരിച്ചടയ്ക്കാനുള്ള മാർഗം കൂടെ അവരെന്ത് ചെയ്യണം, ഭാവിയിൽ കണ്ടോളണം. നോർമലി ബാങ്ക്സ് പ്രൊവൈഡ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ്. സാധാരണ ബാങ്കുകൾ ഹ്രസ്വകാല വായ്പകളും ഇടത്തരം വായ്പകളുമാണ് നൽകുന്നത്. എന്ന് വെച്ചാൽ ഒരു 5 വർഷമൊക്കെ അല്ലേ പരമാവധി. അതിന് കൂടുതൽ ഉള്ള സാധാരണ കൊടുക്കുന്നത് ഭവന വായ്പകളൊക്കെയാണ് കൊടുക്കുന്നത്, അല്ലാതെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വായ്പകൾ കൊടുക്കാറില്ല. ബാങ്ക്സ് പ്രൊവൈഡ് ലോൺസ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് അസറ്റ്സ് ഓഫ് ദ ഫേം. സ്ഥാപനത്തിൻ്റെ അസറ്റുകളുടെയൊക്കെ ഈടിന്മേലായിരിക്കും ഒരു ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പഠിക്കേണ്ടത് മെറിറ്റ്സ്. എന്തൊക്കെയാണ് കൊമേഴ്സ്യൽ ബാങ്ക് അല്ലേ. നമുക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സൊക്കെ പറയുമ്പോൾ എല്ലാം ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മളെല്ലാം പറയുന്നത്. എന്തൊക്കെയാണ് മെറിറ്റ്സ്? ഓക്കെ, അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക് മുഖേന വായ്പ എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് സ്ഥാപനത്തിനുള്ളത്? ഒന്ന്, ബാങ്ക്സ് പ്രൊവൈഡ് ടൈംലി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഫേംസ് ആസ് ആൻഡ് വെൻ എപ്പോഴാണോ പൈസയ്ക്ക് എപ്പോഴൊക്കെയാണ് ആവശ്യം വരുന്നത്. ആസ് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളൊരു ആൻഡ് കൂടെ ചേർത്തോളേ. ആസ് കഴിഞ്ഞിട്ട് AND. ഇപ്പം എനിക്കിതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളവിടെ ആസ് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കർസർ ഇരിക്കുന്ന സ്ഥലത്ത് ഇടയ്ക്ക് ഒരു AND കൂടെ നിങ്ങൾ എഴുതി ചേർത്തോളൂ. ബാങ്ക്
എപ്പോഴാണ് പണത്തിന് ആവശ്യമുള്ളത് ആ സമയത്ത് തന്നെ ബാങ്ക് എന്ത് ചെയ്യും, ബിസിനസ് സ്ഥാപനത്തിന് പൈസ കൊടുക്കും, എന്തെങ്കിലും സെക്യൂരിറ്റി സ്വീകരിച്ചിട്ട്. രണ്ടാമത്തത്, ബാങ്ക് വിൽ കീപ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ഫേംസ് ഇൻ കോൺഫിഡൻഷ്യൽ. ബാങ്ക് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആര് കളക്ട് ചെയ്യും? ബാങ്ക് കളക്ട് ചെയ്യും. പക്ഷേ വളരെ രഹസ്യമായിട്ട് തന്നെ, കോൺഫിഡൻഷ്യലായിട്ട് തന്നെ, രഹസ്യ സ്വഭാവത്തിൽ തന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ ആര് സൂക്ഷിക്കും? ബാങ്ക് കീപ്പ് ചെയ്യും, അല്ലാതെ ഒരിക്കലും ആർക്കും ഷെയർ ചെയ്യില്ല. മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, റൈസിങ് ഫണ്ട്സ് ഫ്രം ബാങ്ക് ഈസ് ഈസിയർ ദാൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയറും ഇഷ്യൂ ചെയ്തൊക്കെ പൈസ കളക്ട് ചെയ്യുന്നതിന് ഒത്തിരി ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ. അതുകൊണ്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുക എന്ന് പറഞ്ഞാൽ താരതമ്യേന എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലോൺ ഫ്രം ബാങ്ക് ഈസ് ഫ്ലെക്സിബിൾ. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് അത് വളരെ അയവുള്ള ഒരു രീതിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ലോൺ അടച്ച് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അഡീഷണൽ പൈസ കൂടുതലായിട്ട് ലോൺ എടുക്കണമെങ്കിൽ അതിനും സാധിക്കും. പക്ഷേ ഷെയറും ഡിബഞ്ചറും ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യുന്ന കേസിൽ ഈ പറയുന്ന തുക കൂട്ടുക കുറയ്ക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ ലോൺ ഫ്രം ബാങ്ക് ഈസ് ഫ്ലെക്സിബിൾ ആസ് ദ ഫേം ക്യാൻ ഇൻക്രീസ് ദ ലോൺ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അക്കോർഡിംഗ് ടു ഇറ്റ്സ് നീഡ്. അവരുടെ ആവശ്യം അനുസരിച്ച് എടുക്കുന്ന ലോൺ തുക അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, വർദ്ധിപ്പിക്കാം. ആൻഡ് റീപേ ദ ലോൺ ഇൻ അഡ്വാൻസ് വെൻ ഫണ്ട്സ് ആർ നോട്ട് നീഡ്. അതുപോലെ അവരുടെ കയ്യിൽ ആവശ്യം അല്ലേ, ഉപയോഗമില്ലാത്ത ആവശ്യമില്ലാത്ത പൈസ അല്ലെങ്കിൽ പൈസയ്ക്ക് ആവശ്യമില്ലാത്ത സമയത്തൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? ഈ ലോൺ തിരിച്ചടച്ച് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇനി പോരായ്മകൾ എന്തൊക്കെ ലിമിറ്റേഷൻസാണ് കൊമേഴ്സ്യൽ ബാങ്ക്സിന് മുഖേന ധനസഹായം സ്വീകരിച്ചാലുള്ളത്? ഒന്ന്, ജനറലി ബാങ്ക്സ് പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ഇറ്റ്സ് എക്സ്റ്റൻഷൻ ഓർ റിന്യൂവൽ ഈസ് ഡിഫിക്കൽട്ട്. സാധാരണ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഹ്രസ്വകാല വായ്പകളാണ് അല്ലേ, കുറച്ച് കാലത്തേക്ക്. ആ പീരീഡ് കഴിയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ അത് പീരീഡ് നീട്ടി കിട്ടുക, എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുക, അല്ലെ പുതുക്കി നൽകുക, ഇതൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. കൃത്യമായിട്ട് അടയ്ക്കാത്തവരാണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യില്ല, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കില്ല. ബാങ്ക്സ് മേക്ക് എ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം ആൻഡ് ആൾസോ ആസ്ക് ഫോർ സെക്യൂരിറ്റി ഓഫ് അസറ്റ്സ് ഓഫ് ദ ഫേം ഫോർ സാങ്ഷനിങ് ലോൺസ്. ബാങ്ക് ലോൺ കൊടുക്കുന്നതിന് മുമ്പായിട്ട് പാർട്ടിയെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അന്വേഷണം ആര് നടത്തും? ബാങ്ക് നടത്തും, അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച്. അതുപോലെ തന്നെ ലോൺ സാങ്ഷൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി അസറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു? അവർ ആസ്തികൾ അല്ലേ, നമ്മുടെ അസറ്റുകളൊക്കെ അവർ സെക്യൂരിറ്റി ആയിട്ട് ആവശ്യപ്പെടും. നെക്സ്റ്റ്, ബാങ്ക് മേ ഇമ്പോസ് സം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ പ്രൊവൈഡിങ് ലോൺസ് ടു ബിസിനസ് ഫേംസ്. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലോണ് നൽകുന്നതിലേക്ക് വേണ്ടി ബാങ്ക് പലപ്പോഴും പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ ചുമത്താറുണ്ട് അല്ലേ. പല കണ്ടീഷൻസ് അവർ പറയും. അതൊക്കെ ബിസിനസ് സ്ഥാപനം അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അവർ ലോൺ കൊടുക്കാറുള്ളൂ അല്ലേ. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇതൊരു ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ അത് കളക്ട് ചെയ്യുന്നതിനുള്ള മറ്റൊരു സോഴ്സാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഈ ഗണത്തിൽ നമ്മൾ അവസാനമായിട്ട് പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 10ാമത്തേത്. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ വ്യാവസായപരമായിട്ടുള്ള വികസനത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ പണത്തിന് ആവശ്യം വരുമ്പോൾ അവർ സമീപിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സോഴ്സാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രാജ്യത്തുടനീളം സംസ്ഥാനത്തുടനീളം സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സ്ഥാപിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ധനകാര്യ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് തന്നെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുക എന്നതാണ്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്കും ബിസിനസ് നടത്തുന്നതിലേക്ക് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾ ഓവർ ദ കൺട്രി. രാജ്യത്തുടനീളം ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്. ടു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിലേക്ക് വേണ്ടി ഓൾ ഓവർ ദ കൺട്രി ഫോർ പ്രൊവൈഡിങ് അല്ലെങ്കിൽ ഓൾ ഓവർ ദ കൺട്രി ടു പ്രൊവൈഡ്. ഇവിടെ ടു കഴിഞ്ഞിട്ട് പ്രൊവൈഡ് എന്നുള്ള ഒരു കൂടെ എഴുതി ചേർത്തോണം. ഈ കർസർ ഇരിക്കുന്ന സ്ഥലത്ത് പ്രൊവൈഡ് നൽകുക എന്നുള്ള ആ ഒരു വാക്കുകൂടെ എഴുതി ചേർത്തോളണം. എനിക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, കാര്യം ഇതിപ്പം PDF ഫോർമാറ്റ് ആയതുകൊണ്ട്. ഞാൻ വേർഡിൽ ടൈപ്പ് ചെയ്തിട്ട് PDF ആയിട്ട് കൺവെർട്ട് ചെയ്താണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതുകൊണ്ട് ഇത് PDF ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ കൺട്രി ടു പ്രൊവൈഡ്, ഇവിടെ പ്രൊവൈഡൂടെ എഴുതി ചേർത്തോളണം, അല്ലെങ്കിൽ നമുക്ക് അർത്ഥം കിട്ടില്ല വായിച്ചു വരുമ്പോൾ. ഓൾ ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾ ഓവർ ദ രാജ്യത്തുടനീളം ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ
സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനാണ്? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ധനസഹായം നൽകുന്നതിലേക്ക് വേണ്ടി, ടു ദ ബിസിനസ് ഓർഗനൈസേഷൻസ്, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിലേക്ക് വേണ്ടി. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഓൾസോ കാൾഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഈ സ്ഥാപനങ്ങളെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നും അറിയപ്പെടും. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധനസഹായം നൽകുന്ന ബാങ്കുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥാപനങ്ങളെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് അറിയപ്പെടും. എന്തുകൊണ്ടെന്നാൽ ദെയർ എയിം ഈസ് ടു പ്രൊമോട്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ബാങ്കുകളുടെ അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യത്തെ വ്യാവസായിക വികസനം പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുകയാണ്. രാജ്യത്തെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുകയാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നും അറിയപ്പെടുന്നു. ദേ മെയിൻലി പ്രൊവൈഡ്സ് ലോങ് ടേം ഫണ്ട്സ് ഫോർ ദ എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ബിസിനസ് യൂണിറ്റ്സ്. നമുക്കറിയാം, നമ്മുടെ തൊട്ട് മുമ്പ് പഠിച്ച കൊമേഴ്സ്യൽ ബാങ്കുകൾ ലോങ് ടേം ഫണ്ട്സ് കൊടുക്കില്ല എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് എന്താണ്? ലോങ് ടേം ഫണ്ട്സാണ്. പ്രധാനമായിട്ട് കൊടുക്കുന്നത് ലോങ് ടേം ഫണ്ട്സാണ്. എന്തിനു വേണ്ടി? ബിസിനസ്സിൻ്റെ വികസനം, ആധുനികവൽക്കരണം അതിലേക്ക് വേണ്ടി. എന്തൊക്കെ മെറിറ്റ്സ് ആണ് ഇതിലുള്ളത്? എന്തൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ്? ഒന്ന്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻലി പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് വിച്ച് ഹാസ് നോട്ട് പ്രൊവൈഡഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ദീർഘകാല വായ്പകൾ, ലോങ് ടേം ലോൺസ് ആണ്. ആ ലോണുകൾ ആര് കൊടുക്കാറില്ല? കൊമേഴ്സ്യൽ ബാങ്കുകൾ കൊടുക്കാറില്ല. അപ്പോൾ ലോങ് ടേം ലോൺസ് വേണമെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം. നെക്സ്റ്റ്, ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ, മാനേജറിയൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ് ആൻഡ് കൺസൾട്ടൻസി ടു ബിസിനസ് ഫേം. ഈ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവർ ധനപരമായിട്ടുള്ളതും ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതുമായിട്ടും അതുപോലെ സാങ്കേതികപരമായിട്ടുള്ള ഉപദേശങ്ങൾ ആർക്ക് നൽകുന്നു? ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളൊക്കെ നൽകുന്നു. നെക്സ്റ്റ്, ബോറോയിങ് ഫണ്ട്സ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്രീസ് ദ ഗുഡ് വിൽ ഓഫ് ദ ബോറോവർ. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിൻ്റെ സൽപ്പേര്, ഗുഡ് വിൽ വർദ്ധിപ്പിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവർക്കും ലോൺ കൊടുക്കില്ല. സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ലോൺ കൊടുക്കുകയുള്ളൂ. മാത്രമല്ല, ഒരു സ്ഥാപനം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്തു, നല്ലൊരു സ്ഥാപനമാണ് എന്നുള്ള ഒരു ധാരണ ബാക്കിയുള്ളവർക്കിടയിലും വരും. കാര്യം നല്ല സ്ഥാപനം ആണെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ലോൺ കൊടുക്കുകയുള്ളൂ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയല്ലേ, അവരുടെ അതൊക്കെ നോക്കി, ഫിനാൻഷ്യൽ കണ്ടീഷനൊക്കെ നോക്കി അവർ കൊടുക്കാറുള്ളൂ, പാസ്റ്റ് റെക്കോർഡ്സൊക്കെ. ബോറോയിങ് ഫണ്ട്സ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് അവരുടെ ഗുഡ് വില്ല്, സൽപ്പേര് വർദ്ധിപ്പിക്കുന്നു ക്യാപിറ്റൽ മാർക്കറ്റിൽ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദം ടു റേസ് ഫണ്ട്സ്. ഇത് മറ്റേതെങ്കിലും മാർഗത്തിൽ കൂടെ കൂടുതൽ പൈസ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ കൂടെ വളരെ വേഗത്തിൽ പൈസ അവർക്ക് റേസ് ചെയ്യാൻ സാധിക്കും. കാരണം മാർക്കറ്റിൽ നല്ലൊരു സ്ഥാപനം സാമ്പത്തികപരമായിട്ട് എന്ത് ചെയ്തു, മോശമല്ലാത്ത ഒരു അഭിപ്രായം മാർക്കറ്റിൽ ഒരു സ്ഥാപനത്തെക്കുറിച്ചുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് എന്താവശ്യമുണ്ടെങ്കിലും താരതമ്യേന ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നേടിയെടുക്കാൻ സാധിക്കും. കാരണം ആ സ്ഥാപനത്തിനെ അത്രയ്ക്ക് ബാക്കിയുള്ളവർക്ക് വിശ്വാസമാണ്, എന്തായാലും പറ്റിക്കപ്പെടില്ല എന്ന്. നെക്സ്റ്റ്, ആസ് ബോറോവർ ക്യാൻ റീപേ ദ ലോൺസ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ബോറോവർക്ക് പൈസ കടം വാങ്ങിക്കുന്ന ആളിന് ലഘുവായിട്ടുള്ള തവണകളായിട്ട് പൈസ തിരിച്ചടയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ഫിനാൻഷ്യൽ ബർഡൻ ടു ദ ഒരു തരത്തിലുള്ള സാമ്പത്തിക ഭാരങ്ങളും സ്ഥാപനത്തിന് മേൽ എന്ത് ചെയ്യുന്നില്ല, ചുമത്തുന്നില്ല. ഇടയ്ക്ക് അവർക്ക് തവണകളായിട്ട് തിരിച്ചടയ്ക്കാം. നെക്സ്റ്റ്, ഫണ്ട്സ് ആർ മെയ്ഡ് അവൈലബിൾ ഈവൻ ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് ഡിപ്രഷൻ. ഈ കച്ചവടം നടക്കാത്ത അല്ലെങ്കിൽ പണത്തിന് വളരെയധികം ഞെരുക്കമുള്ള സമയത്ത് പോലും ഫണ്ട്സ് അവൈലബിൾ ആണ്. പിന്നെ അതർ സോഴ്സസ് ഓഫ് ഫൈനാൻസ് ആർ നോട്ട് അവൈലബിൾ. മറ്റ് പല സോഴ്സസിലൂടെയുള്ള പണവും ലഭ്യമല്ലാത്ത സമയത്തും അല്ലെങ്കിൽ ഡിപ്രഷൻ പീരീഡിലും, ഡിപ്രഷൻ പീരീഡ് എന്ന് വെച്ചാൽ ബൂം പീരീഡ്, ഡിപ്രഷൻ പീരീഡ്. കച്ചവടം നന്നായിട്ട് നടക്കുന്ന പീരീഡ് ബൂം പീരീഡ്, കച്ചവടം മോശമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ പണത്തിനൊക്കെ വളരെ ഞെരുക്കം സംഭവിക്കുന്ന പീരീഡ് ഡിപ്രഷൻ പീരീഡ്. ഡിപ്രഷൻ പീരീഡിലും പണത്തിൻ്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്തു, ഈ സോഴ്സ് മുഖേന വളരെ ഈസി ആയിട്ട് ലഭ്യമാക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് പോരായ്മകൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ? ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. വളരെ റിജിഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ്. ഇപ്പോൾ ലോൺസിൻ്റെയൊക്കെ പ്രൊസീജിയർ വളരെ ടൈം കൺസ്യൂം, ഒത്തിരി സമയമെടുക്കുന്നതും വളരെയധികം ചിലവേറിയതുമാണ്.
Rigid criteria followed by the financial institutions makes the procedure of loans time consuming and expensive. Financial institutions may impose some restrictions. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരാണോ ആർക്കാണോ കടം നൽകുന്നത് ആ സ്ഥാപനത്തിന് മേൽ ചില നിയന്ത്രണങ്ങൾ ഇവർ ചുമത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് പേയ്മെൻറ്റ്, ഇവർ പറയുന്നതിനപ്പുറം ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല, പണം യൂട്ടിലൈസ് ചെയ്യുന്നവർ പറയുന്ന രീതിയിലായിരിക്കും. അങ്ങനെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ബോറോയിങ് കമ്പനിയുടെ മേൽ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമ്പോസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, സംടൈംസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേ അപ്പോയിൻറ്റ് നോമിനീസ്. ചില സമയങ്ങളിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ, ഡയറക്ടർ ബോർഡിൽ ഇവർ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഒരു നോമിനിയെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഈ നോമിനി എന്ത് ചെയ്യും? ആ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അല്ലേ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അപ്പോഴപ്പോഴെന്ത് ചെയ്യും? അറിവുകൾ കിട്ടുന്നതിലേക്ക് വേണ്ടിയാണ് ഡയറക്ടർ ബോർഡിൽ നോമിനിയെ വയ്ക്കുന്നത് അല്ലേ. സംടൈംസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേ അപ്പോയിൻറ്റ് നോമിനീസ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. ഇറ്റ് റെസ്ട്രിക്ട്സ് ദ പവർ ഓഫ് ഇത് കമ്പനിയുടെ അധികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ്, സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് ചിലപ്പോൾ 1 മാർക്കിന് ചിലപ്പോൾ 1 വേർഡിനൊക്കെ ചോദിക്കാം. ചിലപ്പോൾ ഷോർട്ട് ഫോം തന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനൊക്കെ ചോദിക്കാം. IFCI എന്താണ്, അതിൻ്റെ ഫുൾ ഫോം എന്താണ്? അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക, 1 മാർക്കിനൊക്കെ ചോദിക്കാം. ഒന്ന്, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI. IFCI എന്ന വാക്കിൻ്റെ ഫുൾ ഫോം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 1948 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ IFCI ഫുൾ ഫോം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1948. രണ്ടാമത്തത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ SFC. SFC എന്ന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1951 സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ആക്ട് പ്രകാരമാണിത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ICICI. വളരെ ഫെമിലിയർ ആണ് എല്ലാവർക്കും. അപ്പോൾ ICICIയുടെ ഫുൾ ഫോം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1955 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1964 IDBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ ഷോർട്ട് ഫോം ആൻഡ് ഫുൾ ഫോം അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്, SIDC, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്. നെക്സ്റ്റ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, UTI 1964 UTI എസ്റ്റാബ്ലിഷ് ചെയ്ത് 63 ആക്ട് പ്രകാരം. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ലാസ്റ്റ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC 1956 LIC ആക്ട് പ്രകാരമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പോൾ ഇന്നലെ എന്ന് പറയുന്നത് ബുധനാഴ്ച. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അയക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചോദിക്കുക.